നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്ന വലിയൊരു ഗുണപാഠമുണ്ട്. കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ പ്രമുഖ താരങ്ങളെ ഒന്നും കാണാനില്ല. പലർക്കും നെഞ്ചുവേദന, ഗുരുതരമായ അസുഖം ബാധിച്ച് ചില ആശുപത്രികളിലൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ഗുണപാഠമുണ്ട്. അതായത് നമ്മൾ കൊള്ളരുതായ്മകൾ ചെയ്തു എന്തെങ്കിലും കെട്ടിപ്പടുത്താൽ ഏതെങ്കിലും ഒരു കാലത്ത് അതിനെല്ലാം ഒരു സ്വാഭാവിക തകർച്ച ഉണ്ടാകും. കാര്യം ഏതെങ്കിലുമൊക്കെ കണ്ണീരുകൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ആ കണ്ണീരിനെ ചവിട്ടി മെതിച്ച് കടന്നു പോവുകയാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റു ചിലരെ ചവിട്ടി മെതിച്ച് നശിപ്പിച്ച് ആ കണ്ണീരിന്റെ പുറത്ത് നമ്മൾ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താൽ ഒരു കാലത്ത് അത് നിങ്ങൾക്ക് തകർന്ന് തരിപ്പണമാകുമെന്നും ആ സാമ്രാജ്യങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല, നമ്മൾ ബിഗ് സീറോ ആയി നിൽക്കേണ്ടി വരുമെന്ന് ഈ ഒരു സംഭവം തെളിയിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ താര പദവികളിൽ നിന്നിട്ട് ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി നമ്മളെല്ലാം പല ഫാൻസുകാരായിട്ടൊക്കെ നമ്മൾ ആരാധിച്ചിരുന്ന, നമ്മൾ വല്ലാതെ ഫോളോ ചെയ്തിരുന്ന, നമ്മളെ എല്ലാവർക്കും വല്ലാത്ത ഒരു എന്താ പറയാ വാക്കിനെ വല്ലാതെ നമ്മളെല്ലാവരെയും ത്രസിപ്പിച്ചിരുന്ന ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഇന്നത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. വീടുകളിൽ മനസമാധാനമായിട്ടുള്ള ഉറക്കമില്ല. അതായത് പൊതുസമൂഹത്തിനെ അവർക്ക് വന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സമാധാനമായിട്ടൊന്ന് അന്തി ഉറങ്ങുക. മനുഷ്യന് എത്ര രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പാദ്യം ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പണം കൊടുത്താൽ നല്ല സ്നേഹം കിട്ടില്ല, കാശ് കൊടുത്താൽ മനസമാധാനം കിട്ടില്ല, കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് എല്ലാത്തിനും അപ്പുറം വേണ്ടത് സമാധാനമാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, നമുക്ക് സാമ്പത്തികമൊന്നും വേണ്ട ഇതല്ല. പക്ഷെ എന്നാലും നമ്മളുടെ കൈ പരിശുദ്ധമാണെങ്കിൽ എല്ലാ കാലത്തും നമ്മളുടെ പക്കലുള്ളതെല്ലാം നമ്മളോടൊപ്പം തന്നെ കാണും. നമ്മുടെ കൈ പരിശുദ്ധമല്ലയോ, ഈ പറയുന്നതെല്ലാം നാളുകളിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. കാര്യം ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ പലർക്കും നമ്മൾക്കെതിരെ പല കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ പറ്റും. പക്ഷെ ആ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുമ്പോഴും നമ്മൾ പരിശുദ്ധമാണ്, നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്നതെല്ലാം ശരിയായ രീതിയിലാണ് നമ്മളോടൊപ്പം ചേർത്തതെങ്കിൽ ഒരിക്കലും അതിനൊന്നും നഷ്ടം വരത്തില്ലെന്ന്. അത് നമ്മളോടൊപ്പം തന്നെ അങ്ങ് ഒട്ടിച്ചേർന്ന് നിൽക്കും. കാര്യം അതിൽ കണ്ണീരിന്റെ കഥയില്ല, അതിൽ വേദനകളില്ല, അതിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ തുലച്ച പാപക്കറയില്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഈ പാപക്കറകൾ ഉള്ളവരാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. കാര്യം മടിയിൽ കനമുള്ളവരേ ഉള്ളൂ, കയ്യിൽ കറ പുരണ്ടവരേ ഉള്ളൂ. ഒരു മനുഷ്യരെ പോലും ന്യായീകരിക്കേണ്ടല്ല. കാര്യം ഇത്രയും വലിയ കഥകൾ അല്ലെങ്കിൽ അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏത് സ്ത്രീ ആയിക്കോട്ടെ, മനുഷ്യന് അഭിനയം അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലൊക്കെ ഓരോ പ്രൊഫഷനിലേക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകും. എനിക്ക് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകണമെന്നോ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആകണമെന്നോ അഭിനേതാകണമെന്നോ അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കണം ഈ പ്രൊഫഷനിലേക്ക് പലരും എത്തിപ്പെടുന്നത്. ആ എത്തിപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിന്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മേഖല, ഒരു പടി കടന്ന് മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ ആ വരുന്നവരെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതി, അതിങ്ങനെ എത്ര ക്രൂരമായിട്ടാണ് ആ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾക്ക് മനസാക്ഷി ഇല്ലാത്തവരാണ് ഈ നടന്മാരെന്ന് തോന്നിപ്പോവുകയാണ്. പലതും ഇപ്പോൾ അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്യുന്നത് അവരുടെ പല കാപട്യങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ പ്രതിരോധമായിട്ട് കോടിക്കണക്കിന്, അതായത് ഒരു ഫിലിം സ്റ്റാർ, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ എടുക്കാം, നമ്മുടെ മുഖ്യധാര പ്രമുഖരായിട്ടുള്ള രണ്ട് നടന്മാർക്കും ഒരു ഫിലിമിനെ സംബന്ധിക്കുന്നിടത്തോളം 5 കോടിക്ക് പുറത്താണ് അവരുടെ വരുമാനം. അതൊന്നും ഞാൻ പറഞ്ഞ അവർ അധ്വാനിക്കുന്നതാണ്, അവരുടെ കഴിവാണ്, അതൊന്നും മോശമല്ല. പക്ഷേ ഒരു ഫിലിമിന് അവർക്ക് കിട്ടുന്ന വരുമാനമാണ് അത് 15-20 ദിവസത്തിന്റെ 20 ദിവസത്തെ ആയിരിക്കും അവർ അതിനുവേണ്ടി ഈ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്യുന്നതും അതിന് ഉള്ള സമയം കൊടുക്കുന്നത്. 15 ദിവസത്തേക്ക് ഇത്രയും വലിയ പ്രതിഫലം മേടിക്കുന്നവരാണ്. അവരുടെ സ്റ്റാർ വാല്യൂ വെച്ചിട്ട് അവർക്കത് കിട്ടാവുന്നതുമാണ്. അതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്ന ഈ നന്മ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട് പലപ്പോഴും ആഘോഷിക്കുമ്പോൾ ഞാൻ ഇന്നൊന്ന് ചിന്തിച്ചപ്പോൾ ആലോചിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ വയനാട് ദുരന്തം വന്നു, അല്ലെങ്കിൽ നേരത്തെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയങ്ങൾ പലതും വന്നിരുന്നു. ഈ സന്ദർഭങ്ങളിലൊന്നും ഇപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്നുള്ള പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടനുണ്ട്. പ്രഭാസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാക്കില്ല. അതായത് നമ്മുടെ രാജമൗലിയുടെ ആദ്യത്തെ പടമായിട്ടുള്ള പേര് പെട്ടെന്ന് വിട്ടു,
മൈൻഡിൽ നിന്ന് പെട്ടെന്ന് പോയി. അത് രാജമൗലിയുടെ ആദ്യം 2 പാർട്ടായിട്ട് വന്നില്ലേ, കട്ടപ്പയും അതിൽ രാജമൗലിയായിട്ട് ആ പടത്തിൽ. അതിപ്പോ ഓർമ്മ വരും ചില സമയത്ത്, നമ്മുടെ ഈ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഇത് മറന്നുമില്ലേ, അതിന്റെ ഒരു സംഭവമാണ്. അപ്പൊ ആ പടത്തിലൊക്കെ അഭിനയിച്ച പ്രഭാസാണ് അത്. ആ ഒരു പടം നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാക്കി വലിയ ഹിറ്റാക്കിയ ഒരു പടമാണ്. ആ സിനിമയിൽ അഭിനയിച്ച വ്യക്തി 2 തവണയും, ഒരു തവണ 2 കോടി, ഇത്തവണ 2 കോടി രൂപയാണ് മറ്റ് ഇതര സംസ്ഥാനത്ത്, ഒരു തെലുങ്ക് സംസ്ഥാനത്തുള്ള ആളാണ് അയാൾ, ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് കൊടുത്തത് 2 കോടി രൂപയാണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്നുണ്ട്. അപ്പൊ ആ മനുഷ്യർ വീഴുമ്പോൾ സഹായിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഈ സൂര്യ ഉൾപ്പെടെയുള്ളവർ 25 ലക്ഷം കൊടുക്കുകയാണ്, തമിഴ്നാട്ടിലുള്ളവർ. ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ട് വളർന്ന് വലുതായവർ ഒരു സിനിമയിലെ പണം കൊടുക്കാൻ ഉത്തരവാദിത്വമില്ല അവർക്ക്. ഒരു സിനിമയുടെ പണം, അതായത് എന്റെ അടുത്ത സിനിമയിലെ പണം ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. എത്ര പേര് പറയും? അവിടെയാണ് ഇവരുടെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്ക് ഇവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അതായത് അവർക്ക് സംബന്ധിക്കുന്നിടത്തോളം ഇപ്പൊ 10,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾ, നമുക്കൊന്ന് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ 10,000 രൂപ കേവലം സാലറി മേടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് കരുതുക. നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം 500,000 രൂപ എന്നൊക്കെ പറയുന്നത് വലിയ തുകയാണ്. അത്രയും എടുത്ത് നമുക്ക് ചിലവാക്കാൻ പറ്റില്ല. 100 വേണമെങ്കിൽ 100 രൂപ വെച്ച് വേണമെങ്കിൽ നമുക്കെടുത്ത് ആർക്കെങ്കിലും ഒരു സഹായമായിട്ട് കൊടുക്കാം. പക്ഷെ 500,000 എടുത്ത് കൊടുക്കാൻ 10,000 രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം വലിയ പാടാണ്. ഇപ്പൊ അതൊരു 50,000 30,000 ഒക്കെ എത്തുമ്പോഴാണെങ്കിൽ നമുക്കൊരു 500 രൂപയൊക്കെ കൊടുക്കുന്ന ഒരു വലിയ ബാധ്യതയല്ലാതായി മാറും. 30,000 രൂപയ്ക്ക് മുകളിലാണ്. കാര്യം നമ്മുടെ ബജറ്റുകൾ അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോ ഇവരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം അപ്പോൾ അത് നമ്മളൊരു ലക്ഷങ്ങളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഒരു 1000 രൂപ കൊടുക്കുന്നതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കേസായിരിക്കില്ല. 1000 രൂപ ലക്ഷങ്ങളല്ലേ. അപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 5,000 2,000 കൊടുക്കുന്നത് നമുക്കൊരു വലിയ ബേർഡൻ ആയിട്ട് തോന്നില്ല, അല്ലെങ്കിൽ വലിയൊരു ബാധ്യതയായിട്ട് തോന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം 5 കോടി രൂപ, അതായത് ഒരു വർഷം അവർ 2 പടം ചെയ്യുകയാണെങ്കിൽ 10 കോടി രൂപയാണ് ഇവരുടെ വരുമാനം. അതായത് ഈ 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ 5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പടത്തിൽ അവരിപ്പോ പലരും ഇപ്പോ നേരിട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. കാര്യം മാക്സിമം പണം അവർക്ക് തന്നെ കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ 5 കോടി രൂപയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 1 രൂപ പോലും ഇവർക്ക് ചിലവാക്കാതെ കിട്ടുന്ന പണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു ഭക്ഷണം, അത് ഏത് ഷൂട്ടിംഗ് ആണോ സൈറ്റ് ആണോ അവരാണ് അതിന്റെ ഭക്ഷണം, താമസം, അദ്ദേഹത്തിന്റെ യാത്രാ ചെലവുകൾ ഇതെല്ലാം വഹിക്കുന്നത് ഏത് പ്രൊഡ്യൂസർ ആണോ അല്ലെങ്കിൽ പടത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണോ അവരാണത് ചെയ്യുന്നത്. അല്ലാതെ ഈ 5 കോടി രൂപ അതേപടി 1 രൂപ കുറയാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ അത്രയും വലിയ തുകയാണ് അവർക്ക് ഒരു സിനിമയിൽ കിട്ടുന്നത്. ലക്ഷൂറിയസ് ജീവിതമാണ് ഞാൻ പറഞ്ഞ അതൊക്കെ അവർ ചെയ്യുന്ന തെറ്റൊന്നുമല്ല. കാര്യം അവർ അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയ അവസരങ്ങൾ, അവർക്ക് കിട്ടിയ സ്റ്റാർ വാല്യൂ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം അതൊന്നും മോശമല്ല. പക്ഷെ ഞാൻ പറയുന്ന അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന കാര്യത്തിലൊക്കെ പലതും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇവരെ കൊണ്ടാടുന്ന ഒരു വല്ലാത്തൊരു സംഭവം കണ്ടോ ഇത് ചെയ്തു എന്നുള്ളത്. പക്ഷെ ഒന്നുമില്ല, അവരെ സംബന്ധിക്കുന്നിടത്തോളം നമ്മൾ 10 രൂപ എടുത്ത് എങ്ങനെ അല്ലെങ്കിൽ 100 രൂപ എടുത്ത് എങ്ങനെയാണോ ചെലവാക്കുന്നത് അതുപോലെയാണ് 5 കോടി രൂപയുടെയൊക്കെ ഇപ്പോ ഈ മഞ്ഞുമൽ ബോയ്സിലൊക്കെ കിട്ടിയ പണം, പ്രൊഡ്യൂസർമാർക്ക് കിട്ടിയ പണത്തിലൊക്കെ അവരെ ആരെങ്കിലുമൊക്കെ ഒരു 1 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം നമ്മൾ 10 രൂപ ചെലവാക്കും പോലെയാണ്. അത്രത്തോളം ഒരു വലിയ തുക കിട്ടിയതിന് ശേഷമാണ്. എന്തുകൊണ്ട് ഇപ്പോ വലിയ ഈ സമൂഹത്തിനോട് വലിയ സ്നേഹമുള്ള ഇവരൊക്കെ ഇഷ്ടം പോലെ ഇപ്പോ പ്രമുഖരായിട്ടുള്ള മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ ദിലീപിനെ പോലുള്ള എല്ലാ പ്രമുഖരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമ്പാദിച്ചു കഴിഞ്ഞു. അതായത് അവരുടെ ഒരു 3-4 തലമുറയ്ക്ക് വേണ്ടിയുള്ള പണം സമ്പാദിച്ചു കാണും. പിന്നെ അവർ അച്ഛനായതുകൊണ്ട് തന്നെ ഇതിൽ കുടുംബാധിപത്യം ഉണ്ടല്ലോ. അതായത് മക്കളും സ്വാഭാവികമായിട്ട് ഇതിലേക്ക് വരികയാണ്. എനിക്ക് ശേഷം എന്റെ മകനും അല്ലെങ്കിൽ മക്കളെല്ലാം ഇതൊരു കുടുംബ പോസ്റ്റിംഗ് പോലെ അങ്ങ് പോവുകയാണ്. അതും കഴിവുണ്ടെങ്കിൽ നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ കഴിവില്ലെങ്കിൽ അവർ സ്വാഭാവികമായി പുറത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ അവരെന്ന ബ്രാൻഡ് നെയിമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മക്കളെയും അതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെക്കാൾ കഴിവുള്ളവർ ഈ നാട്ടിൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി അവിടെയൊക്കെയാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഈ പവർ ഹൗസുകളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അവരും വരുന്നു, അവരും ആ മേഖലയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ 25 ലക്ഷം രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഇപ്പൊ നമ്മുടെ വയനാട് മോഹൻലാലൊക്കെ പിന്നീട് നേരിട്ട് പോയതിനു ശേഷം 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇവർക്ക് എത്രത്തോളം ഈ വിഷയങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥതയുണ്ട്, ജനങ്ങളോട് അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു വലിയ ഒരു പ്രത്യേകത, ഞാൻ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നടന്മാർക്ക് ഉണ്ടായിരുന്ന തലക്കനം ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഇൻഡസ്ട്രി എടുത്താൽ അവിടുത്തെ ഒരു നടന്മാർക്കും ഉണ്ടാകില്ല. നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാൽ. കാര്യം ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരാധന ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ സോഷ്യൽ മീഡിയ ഒക്കെ കുറെ സജീവമായപ്പോൾ ഇവരുടെയൊക്കെ ഡയലോഗ് അടിക്കുക അല്ലെങ്കിൽ ഇവരുടെ ഇതുപോലുള്ള ഹുങ്ക് പ്രവർത്തനത്തിനൊക്കെ സ്പോട്ട്
പൊങ്കാലയിടലാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ സാധാരണക്കാരുടെ അടുത്തൊക്കെ ഇവർ ഇടപെടുന്നത് വല്ലാത്ത മോശം അവസ്ഥയിലാണ്. കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് അനാവശ്യമായിട്ട് പിച്ചും ചീന്തലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ ആലോചിച്ചാൽ മതി, നടൻ വിജയ് കേരളത്തിൽ വന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കാറ് വരെ ആരാധകർ അതിക്രമിച്ച് കയറി തകർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കേരളത്തിലെ ഒരു നടനും ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ എന്തായാലും എന്ത് ചെയ്യില്ല, ആരാധകർ തെങ്ങി കാണാൻ വേണ്ടി കിടന്ന് അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ വിജയ്ക്ക് വേണ്ടി അങ്ങനെ കാണാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ അദ്ദേഹം ഒരു ബസിന്റെ മുകളിലേക്ക് വന്ന് ഈ കാത്തുനിന്നവരെ മുഴുവൻ കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത് അവരുടെ ഒരു സെൽഫിയൊക്കെ എടുക്കുന്ന രീതി, അത് നമ്മുടെ നാട്ടിൽ എത്ര നടന്മാർ ചെയ്യും? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, ഓരോ രീതി. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് എങ്ങനെയാണ് അതേ രീതി വരുന്നത്? ഇവർക്ക് ആരാധകർക്കിടയിൽ ഒന്ന് കുറച്ചുകൂടി സോഷ്യലായിട്ട് ഇടപെടാനായിട്ടുള്ള വല്ലാത്ത വിമുഖതയുണ്ട്. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. കാര്യം ഇപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇവർ എന്തെങ്കിലും പ്രവർത്തനം ചെയ്താൽ അതിനുള്ള മറുപടി കൊടുക്കുന്ന ഒരു ഇടമുണ്ട്. ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷങ്ങളിലൊന്നും ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വലിയ ആത്മാർത്ഥമായിട്ട് ജനങ്ങളോട് വലിയ അനുകമ്പയുള്ളവരാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ, അനുകമ്പയുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇത് സംഭവിക്കുമ്പോൾ പലരും ആലോചിച്ച്, അതായത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ സഹായിക്കേണ്ടതാണ്. പലരും നികുതി വെട്ടിപ്പിനൊക്കെ പ്രശ്നക്കാരായിട്ടുള്ളതാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആനക്കൊമ്പ് കേസ് എന്തിനായിരുന്നു? അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഈ ഒരു ജീവിയുടെ കൊമ്പാണ്, അതെന്തിനായിരിക്കും ഇതൊക്കെ ആവശ്യമില്ലാത്ത ഇതൊക്കെ ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വലിയ പ്രശ്നമാകുന്ന? പിന്നീട് അദ്ദേഹം ഈ കേരളത്തിന്റെ കഴിഞ്ഞ അറിയാലോ ലാലിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബാൻഡ് ട്രൂപ്പ് ആരംഭിച്ചു നമ്മുടെ നാട്ടിൽ. ആ സന്ദർഭത്തിൽ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന പരിപാടിയിൽ മോഹൻലാലിന്റെ ലാലിസം എവിടെ പോയി? ആ ട്രൂപ്പ് 2 കോടി രൂപയാണ്. ആ ഒരു, അതായത് എങ്ങനെ ആൾക്കാർ ഇത്രയും വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വന്നിരുന്നിട്ട് ചുണ്ടനക്കിയിട്ട്, അതായത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ മുഴുവൻ മണ്ടന്മാരാക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം. വലിയ വിവാദം ഉണ്ടായി, മോഹൻലാലിനെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായി, വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ ആ പണം കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്ത മോശമല്ലേ? ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെയും കാശിന് വേണ്ടി ആ ചെയ്യുന്ന വൃത്തികേട് നമ്മളൊന്ന് ആലോചിച്ച്. മമ്മൂട്ടിയുടെ കാര്യം എടുത്താൽ, മമ്മൂട്ടിയും ഇടയ്ക്ക് നികുതി വെട്ടിപ്പ്, അതായത് ടി വി 50 ലക്ഷത്തിന്റെയോ 60 ലക്ഷത്തിന്റെയോ ടി വി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എയർപോർട്ടിൽ വെച്ചിട്ട് നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനും പിടിച്ച് നികുതി ഒടുക്കി അദ്ദേഹം 10,000 രൂപ ആയിരുന്നു അതിന്റെ നികുതി എന്ന് പറഞ്ഞാൽ. കാര്യം ഈ ഇത്രയും പൈസ ഉള്ളവർക്ക് ഒരു 10,000 രൂപ ഞാൻ ലീഗലി ജീവിക്കുകയുള്ളൂ. പിന്നെ ടാക്സ് വെട്ടിപ്പ്, ഈ മേഖലയിലേക്കൊക്കെ അന്വേഷണം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വലിയ തോതിലുള്ള ടാക്സ് വെട്ടിപ്പ് ഇഷ്ടം പോലെ, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യം എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ ഈ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്. കാര്യം പൈസ ഉള്ളവന് അതിനോടുള്ള ആക്രാന്തം കൂടുമെന്ന് പറയുന്നത് എത്ര കറക്റ്റാണ്. സുരേഷ് ഗോപി വലിയ ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. 35 ലക്ഷം രൂപ വരെയാണ് സ്റ്റേറ്റിനെ ഒരു കാറ്, അതായത് ഇവിടെ അതിനെ രജിസ്റ്റർ ചെയ്താൽ ഈ സ്റ്റേറ്റിന് നികുതി കൊടുക്കേണ്ടി വരും. പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്ന് കുറഞ്ഞ പൈസയ്ക്കൊക്കെ അദ്ദേഹം നികുതി അടച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടോ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോ എനിക്ക് ആഡംബര ജീവിതം വേണം, അവിടെയെല്ലാം പൈസകൾ എന്ത് ചെയ്യണം? വെട്ടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. അപ്പോ കിട്ടുന്നതിന് വല്ലാത്ത ആക്രാന്തമാണ്. അത് അവരിപ്പോ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞല്ല, അത് എനിക്കെതിരെ വലിയ വരരുത്, വിമർശനം വരരുത് എന്നുള്ള ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്കല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു ഔദാര്യം പോലെ കൊടുത്തു പോകുന്നതാണ്. അല്ലാതെ ഇവരൊന്നും മനസ്സറിഞ്ഞിട്ട് ജനങ്ങളെ മനസ്സിലാക്കുന്നവരോ അല്ലെ അവർക്ക് വേണ്ടി ഇടപെടുന്നവരോ ഒന്നും അല്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പലതും ഓഡിറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് കുറെ കൂടെ ഇവരെന്താകുന്നുണ്ട്, ഇതൊക്കെ ചെയ്തേ മതിയാകുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ആ മേഖലയിലേക്കാണ് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു ഇടപെടൽ നടത്തുന്നു. ഒരു സംഭവം ഉണ്ടായതിന് പിടിവള്ളിയായി കിട്ടിയതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരാതി വരുന്നു, അന്വേഷണം നടത്തുന്നു, റിപ്പോർട്ടാക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോ വല്ലാതെ നെഞ്ചെടുപ്പ് ഉയർത്തിയിരിക്കുകയാണ്. ആ നെഞ്ചെടുപ്പ് ഉയർത്താനുള്ള കാര്യം എന്താണ്? ആ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ഇവരെ പെടുത്തുന്ന അവസ്ഥയിലാണ്. ഇവരെ പെടുത്തുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് നെഞ്ചുവേദനകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ട്. പലർക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണ്ട, ഇപ്പൊ ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാനില്ല, ആർക്കും ഇതിനെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാനില്ല. ആ പ്രതികരണം അല്ലെങ്കിൽ ആ മൗനം എന്താണ് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? അതായത് ഇത്രയും കാലം നടന്നുപോയ വഴികളൊന്നും ശരിയായ വഴികളല്ല. അവർ ചവിട്ടി മെതിച്ച പല ഈ ഞാൻ പറഞ്ഞില്ലേ, ചിലതിനൊന്നും നമ്മൾ വില കൊടുക്കാതെ ചവിട്ടി മെതിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു നീർക്കോലി കടിച്ചാൽ മതിയെന്നേ അത്താഴം മുടങ്ങാൻ. അതുപോലെ ഇതിപ്പോ നീർക്കോലിയല്ല, ഈ കടിച്ചിരിക്കുന്നത് കൂടിയേനം വിഷം, രാജവെമ്പാലയുടെ ഒരു ടൈപ്പ് വിഷപ്പാമ്പാണ് ഇവരെ എല്ലാം വന്ന് കടിക്കാൻ വേണ്ടി വാ തുറന്നു നിൽക്കുന്നത്. ഇതിപ്പോ കേസാകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്.
100% അങ്ങനെ നടക്കുള്ളൂ. ഈ മൊഴി കൊടുത്തവർക്കെല്ലാം പരാതി വരാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്യും. ഒരു സംശയം വേണ്ടെന്നേ. ഈ ആരൊക്കെയാണ് മൊഴി കൊടുത്തിട്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ ആയി ബന്ധപ്പെട്ട് അതിജീവിതകളുടെ റോളിലുള്ളത്, ഇരയാക്കപ്പെട്ടവർ, ഇവരെ എല്ലാം തിരഞ്ഞു പിടിച്ചു പോയി കാല് പിടിച്ച് അവർക്ക് വേണ്ട മുഴുവൻ പണം ആണ് ചോദിക്കുന്നതെങ്കിൽ പണം എത്തുമെന്നേ. ആ രീതിയിൽ ഈ വിഷയത്തെ തണുപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അവിടെയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഈ ലോബിയും. കാര്യം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സെക്സ് റാക്കറ്റ് ആണ് ഈ ഒരു മേഖല എന്ന് പറയേണ്ടത്. സെക്സിന്റെ മാത്രമല്ല, ഒപ്പം ഈ ലഹരി മാഫിയയും കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ആ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ത്രീയുടെ ആ വിഷയം നമ്മൾ അതുമായിട്ടുള്ള എന്ത് കൊണ്ട് ചെയ്തു എന്നല്ല, പക്ഷേ ഒരു സ്ത്രീയോട് ചെയ്ത പ്രവർത്തനം എന്തെന്ന് ആലോചിക്കുക. അതായത് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, താൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോശം പ്രവർത്തനമായിട്ടുള്ള ഒരു കാര്യം സ്വന്തം വീട്ടിൽ വിളിച്ച് ഭാര്യയെ അറിയിക്കുകയാണ്. ആരുടെ? ദിലീപ് എന്ന നടന്റെ വിഷയത്തിലാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു പാരലായിട്ടുള്ള റിലേഷൻ കീപ്പപ്പ് ചെയ്യുന്നു എന്ന് അവരൊരു ഗൾഫ് ഷോയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഈ അതിജീവിത വൈഫിനെ വിളിച്ച് അറിയിച്ചതിന്റെ പേരിൽ അത് തന്നെ ഒറ്റിക്കൊടുത്തു എന്ന ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം എന്താണെന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സിനിമാ സ്റ്റൈലിലാണ്. അവളെ ക്രിമിനലുകളെ വിട്ടിട്ട് നേരെ എന്ത് ചെയ്യണം? വെറുതെ ഉപദ്രവിച്ച് 2 അടി കൊടുത്താൽ ഒന്നും പോരാ, അവളെ പിടിച്ചോണ്ട് പോയി റേപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം. എത്ര ക്രൂര കൃത്യം ഒന്ന് ആലോചിക്കുക. അതായത് അവർ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് അറേഞ്ച് കൊടുത്ത വണ്ടിയിലാണ് ഈ ദ്രോഹം നടക്കുന്നത്. അത്രമാത്രം ക്രൂരമായ മൈൻഡാണ്. ഒരാളോട് പക വീട്ടുന്ന രീതി നോക്കും. ഇവിടത്തെ നിയമമോ സംവിധാനമോ ഒന്നും എന്റെ പ്രശ്നമല്ല. ഈ പൾസർ സുനി എന്ന് പറയുന്ന ആ കേസുമായി ബന്ധപ്പെട്ട പ്രതി ആദ്യഘട്ടത്തിൽ ഒരിക്കലെടുത്തും ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല. ദിലീപ് ഇപ്പോഴും നമ്മൾ പറയുന്ന ആ കേസുമായി ബന്ധപ്പെട്ട അന്തിമ വിധി വരുന്നവരെ ആരോപണ വിധേയനാണ്. ആ ഒരു വിക്ടിം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ചെയ്ത പ്രവർത്തനം അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു തീവ്രതയെ, അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പൾസർ സുനിക്ക് ദിലീപുമായിട്ട് ബന്ധമുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഇതുപോലുള്ള ആൾക്കാരുടെ ബന്ധം ഇവർക്ക്? ഇവർ അഭിനയിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? അഭിനയിക്കുന്നവർക്ക് എന്തിനാണ് ഗുണ്ടകൾ? ഒന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ചിലരുടെയൊക്കെ ഡ്രൈവർമാരൊക്കെ വളർന്ന് പന്തലിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ നാട്ടിലെ ഏതെങ്കിലും സാമ്പത്തികമുള്ളവരുടെ വീട്ടിൽ നിന്ന ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ പൂത്ത് പന്തലിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ഇതൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് കൊട്ടേഷൻ വരുമെന്നുള്ളതാണ് അറിയാനുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയൊക്കെ വളരുന്ന ഒരു എന്താണ് അങ്ങനെ ഒരാള് ഒപ്പം ഒരു വണ്ടി ഓടിക്കാൻ വന്ന ആൾക്ക് അവസാനം ഒരു അതായത് സ്വന്തം പടം നിർമ്മിക്കാനുള്ള ആ ഒരു പ്രൊഡക്ഷൻ ഇതിന്റെ ചുമതലക്കാരനാക്കുകയാണ്. അതൊന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ വാഹനം ഓടിക്കാൻ വരുന്ന ആൾക്കൊക്കെ ഇത്രയും വലിയ പ്രിവിലേജ് കിട്ടും. അത്രയും വലിയ പ്രിവിലേജ് കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ റീസണബിളി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ പലതിലും പലതരത്തിലുള്ള ചില പുകകൾ വരുന്നുണ്ട്. ഈ തീയില്ലാതെ പുകയുണ്ടാകില്ലെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അടിമുടി നിഗൂഢമാണ്. അതിനെ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ സന്ദർഭത്തിൽ ഇത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഈ താരരാജാക്കന്മാരൊക്കെ അതൊക്കെ അങ്ങ് വിടൂ. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇവരെല്ലാം ഫാൻ ഫോളോവേഴ്സിനെ എല്ലാം മാസാമാസം പണം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പണം വരുമ്പോഴത്തേക്കെല്ലാം അത് നമുക്ക് അറിയാവുന്നവരാണ്. ഇതിന് നേരിട്ട് നടനുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. ആ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റുകൾ ഈ ഫാൻസ് അസോസിയേഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ കുറെ പേരെ അവർക്ക് വേണ്ടി അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നാൽ അവിടെ പോയി തെറി വിളിക്കാൻ, അല്ലെങ്കിൽ പടത്തിന് പുറത്തു വന്നതിന് ശേഷം അതിന്റെ പോസിറ്റീവ് റിവ്യൂ കൊടുക്കാൻ, ഇങ്ങനെ പല കാര്യങ്ങൾക്കാണ് ഈ കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള എതിരഭിപ്രായങ്ങൾക്ക് പോയി തെറി വിളിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ മുഖേന എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച സഹായങ്ങൾ കൊടുത്തതിന് ശേഷം ഫാൻ ഫോളോവേഴ്സ്, അതായത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെ പറഞ്ഞ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു തുകയാണ് വാങ്ങി വെച്ചിരിക്കുന്ന, അതിനേക്കാളും വലിയ തുക കൈവശമുള്ളപ്പോൾ ഇവർ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം കാപട്യമാണ്. ഇതെല്ലാം തങ്ങളുടെ സ്റ്റാർ വാല്യൂവിനെ ഒരു കൂടുതൽ ഒന്ന് തേച്ച് മിനുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരികയാണ്. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും പറയണ്ടേ, ചില മനുഷ്യരോടുള്ള അസൂയാണെന്ന് വേണമെങ്കിൽ ചിലർക്ക് പറയാം. എന്തിനാ ഇവരുടെയൊക്കെ അസൂയപ്പെടുന്നത്? ഞാനൊരു ഫാൻ ഫോളോവർ അല്ല, സിനിമ കാണാൻ പോകുന്ന ആളാണ്. സിനിമ കാണാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുക്കുന്ന കാശിന് ആ സിനിമ എന്തായിരിക്കണം, അല്ലാതെ ഇന്ന ആളുടെ സിനിമ. ചില സംവിധായകരെയൊക്കെ നോക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിൽ ഇപ്പൊ ബേസിൽ ജോസഫിന്റെയും അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനെ പോലുള്ളവരുടെ ഡയറക്ടർമാരുടെയൊക്കെ കുറച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അത് മോശമെല്ലാം തോന്നുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട്
പോയി സിനിമ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോയി കണ്ട നുണക്കുഴിയാണ്. ജിത്തു ജോസഫിന്റെ ആണ് ദൃശ്യം സിനിമ എടുത്തുകൊണ്ട് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. പക്ഷെ എനിക്കത്ര പടം സുഖിച്ചില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോ ഈ രീതിയിലുള്ള സിനിമാ ലോകം, ആ സിനിമാ ലോകം നവീകരണം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ആരാധിച്ചിരുന്ന താരത്തമ്പുരാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. ഒരു മനുഷ്യന് പോലും ധൈര്യമായി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ നട്ടല്ലുറപ്പില്ലാതെ പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ഇൻ കേസ് ഇപ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന് പറയുന്നത്, ഈ സന്ദർഭത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള അവസരമുണ്ട്. അതായത് പറഞ്ഞ പച്ചക്കള്ളമാണ്, ആളുടെ പേര് വരില്ല, അതിജീവിതയായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യും, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമോ എന്ന് ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇനി ആരെങ്കിലും മാധ്യമങ്ങളുടെ അടുത്ത് പോയി പ്രതികരണം നടത്തുമോ എന്നും ഇവർ ഭയപ്പെടുന്നുണ്ട്. WCC എന്ന സംഘടനയിലെ സ്ത്രീകൾ പൊതുവെ ഫെമിനിസ്റ്റുകളാണ്. ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ചിത്രീകരിക്കുക. കാര്യം ഇവരെല്ലാവരും, അതിലുള്ള പല പ്രമുഖരും ഈ പറയുന്ന നടന്മാരായിട്ടെല്ലാം അഭിനയിച്ചിട്ടുള്ളവരാണ്. അവരെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അവർ ഇപ്പോ എന്താവശ്യപ്പെട്ടാലും, ഈ ഞാൻ പറഞ്ഞില്ല, അണ്ടർ ദ സ്കൈ A to Z എന്തിന്റെ പേര് പറഞ്ഞാലും അത് അവരുടെ മുന്നിലെത്തിയിരിക്കും. ഒരു സംശയമില്ലെന്നേ. നമ്മുടെ രാജാക്കന്മാരെല്ലാം ആ സാധനങ്ങൾ എവിടെ നിന്നായിരുന്നാലും, ഇപ്പൊ വേണമെങ്കിൽ ബാങ്കോക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബാങ്കോക്കിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഇടപെടൽ ഇവർ നടത്തും. അല്ലെങ്കിൽ പട്ടാഴി ഇവിടെ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞാൽ പട്ടാഴി കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി അവർ എത്ര കോടി വേണോ ചിലവാക്കും. അതാണ് അവരെത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോ അത് നൽകുന്ന ഒരു ഗുണപാഠം നേരത്തെ പറഞ്ഞു വന്നതാണ്. പോലെ ഇവർക്ക് നമ്മൾ എത്ര ഉയർച്ചയിലേക്കൊക്കെ പോയാലും ആ ഉയർച്ചയിലേക്ക് പോകുന്ന വഴികൾ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതിൽ ഒരു മനുഷ്യന്റെയും കണ്ണീരുപ്പ് പിരളരുത് എന്ന് പറയുന്നത്, അത് പുരണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലം നമ്മളോട് അത് തിരിഞ്ഞു ചോദിക്കും. ആ തിരിഞ്ഞു ചോദിക്കുന്ന കാലം ഇവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം സർവാധിപരായി വാഴുന്നവർ ഇന്നിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ തുറന്നു കാട്ടപ്പെടുകയാണ്, ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. നിലനിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്രമാത്രം തീവ്രമാകുമെന്ന് ഒരിക്കലും അവർ കരുതിയില്ല. അവർ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ഇവർക്ക് ഇത്രയും കാലം സമൂഹം കൊടുത്തിരുന്ന പല കാര്യങ്ങളും വാതിൽ മുട്ടുന്ന കഥകൾ കേട്ടപ്പോൾ ഇത്ര മാത്രം വില കുറഞ്ഞവരാണോ ഇവർ എന്ന് തോന്നിപ്പോവുകയാണ്. ചില 3000 കണക്കുകളൊക്കെ പുറത്തു വന്നതിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ 3000 അല്ല അതിൽ കൂടുതലുണ്ടെന്നൊക്കെ ലാഘവത്തോടു കൂടി പറഞ്ഞതൊക്കെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണ്. ഇപ്പോ സകലതും ഒരു അക്ഷരം ഉരിയാടിയാൽ അതിൽ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ്. ആരെയും ന്യായീകരിക്കേണ്ട. നിങ്ങളുടെ കൈ പരിശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മേഖല വെച്ചിട്ട് എന്നെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വെച്ചിട്ട് ഈ നാട്ടിൽ ഞാൻ ഒരു നിയമത്തിന് അതീതനായ വ്യക്തി എന്ന് ഒരാളും കരുതണ്ട. നിങ്ങൾ നിയമത്തിന് കീഴെയാണ്. കഷ്ടകാലത്തിനും ഒരു പരാതി എങ്ങനെ റേസ് ചെയ്യുകയാണെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ വീഴാൻ പോവുകയാണ്. കാര്യം തകർന്ന് തരിപ്പണമാകാൻ പോകണം. ദിലീപ് എന്നൊരു വ്യക്തി ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ കണ്ടില്ല. ഏത് വലിയ കൊലക്കൊമ്പനാണെങ്കിലും നിയമത്തിന്റെ കുരുക്കിച്ചെന്ന് പെട്ടാണ്ടല്ലോ സാറേ, ഒരു സുഖം ഉണ്ടാവില്ല. കാര്യം എടുത്തിട്ട് അലക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു എന്നൊന്നും പിന്നെ സമൂഹം നോക്കില്ല. ഇപ്പോ ദിലീപിന്റെ സിനിമയ്ക്ക് പോലും ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞൊരു അവസ്ഥയുണ്ടായി. എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചെയ്ത പ്രവൃത്തികൾ മോശമായിരുന്നേ. ആ പ്രവർത്തനങ്ങൾക്ക് നീതിയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ താരരാജാക്കന്മാരുടെ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നൊക്കെ പറഞ്ഞ വെറുതെ വെള്ളം ചേർക്കലാണ്. പ്രഭാസ് കൊടുത്തു 2 കോടി രൂപയെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഒരു പടത്തിന്റെ പണം ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നു? പ്രളയം വന്നു, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആദ്യം കൊണ്ടുവന്ന് മോഹൻലാൽ 10 ലക്ഷം രൂപയാണ് കൊടുത്തത്. വലിയ വിവാദം ഉണ്ടായപ്പോൾ 15 ലക്ഷം രൂപയുടെ കൊടുത്ത് തടിയൂടി പോവുകയാണ് ചെയ്തത്. അതായത് സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ വളർത്തിയത് ഇവരാണ്, ഇവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളേണ്ടതുണ്ട്, എന്റെ അധ്വാനത്തിന്റെ ഒരു മുഴുവൻ എടുത്തു കൊടുക്കേണ്ടതേ. ഒരു സിനിമ, ഒറ്റ സിനിമയുടെ പൈസ ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ടെന്ന് പറയാൻ ആർജവമുള്ള ഒരു നടനും നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അവരുടെ ഈ സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നത് വെറും വെള്ളം ചേർക്കലാണെന്നേ. ഒരു സംശയവും വേണ്ട. ഇവിടെ ഒരു ദിവസത്തെ വേതനം ആരാണ് കൊടുക്കുന്നുണ്ട്? നമ്മുടെ പല ഓഫീസുകളിലും പ്രവർത്തിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുന്നത്. അതുപോലെയല്ല, കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ചു കഴിഞ്ഞവരാണ്. അത് അസൂയ മൂത്തിട്ടൊന്നും പറയുന്നതല്ല. ഞാൻ പറഞ്ഞ അവരുടെ കഴിവുകൊണ്ട് അവർ സമ്പാദിച്ച കാശ് അവർക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഓരോ സന്ദർഭങ്ങളിലാണ് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇവരെ ഹൈപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവരുടെ റേറ്റിംഗിന്റെ ഒരു വിഭാഗക്കാർ ഇവർ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഓണം പരിപാടി വരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കാണുന്നത്? ഓണത്തിന് മമ്മൂട്ടിയും കുടുംബോ, മോഹൻലാലും കുടുംബോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരും കുടുംബോ, അല്ലെങ്കിൽ ഇവരുടെ എല്ലാ പേഴ്സണൽ ഇന്റർവ്യൂകളോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്ലാൻ ചെയ്ത് ഇവർ അന്നത്തെ ദിവസം റീച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ
മാധ്യമങ്ങൾക്കും ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തോതിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ ഒരു റവന്യൂ സോഴ്സ് ഇവർ കൂടിയാണ്. ഇവരുടെ പല പദ്ധതികളും ഇവർ വർഷാവർഷം ചാനലുകളുടെ നേതൃത്വത്തിൽ, ഞാൻ മെയിൻ സ്ട്രീമിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ഇവന്റുകൾ സംഘടിപ്പിക്കും. അതായത് വെറുതെ ഇവരുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി ഇവരെ വിളിച്ച് ഒരു പുരസ്കാരം കൊടുത്ത് 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ചുമ്മാ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു അവാർഡ്, ജനപ്രിയ നായകൻ, മികച്ച നടൻ, മികച്ച ഗായിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ലക്ഷങ്ങൾ പൊടിച്ച് അത് പരസ്യ വരുമാനക്കാരിൽ നിന്ന് പണം ശേഖരിച്ചാണ്, പോക്കറ്റിൽ നിന്ന് എടുത്തല്ല. അതിന്റെ മറവിൽ ഇത്രയും താരങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പണം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പരസ്യദാതാക്കളിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഭീമ ജ്വല്ലറിയാണ് ആ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജ്വല്ലറിയുടെ പേര് ഇതിനോടൊപ്പം ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം പറയും. അപ്പോൾ വലിയൊരു ഇതിന്റെ ഒരു തുക ഭീമ ജ്വല്ലറിക്കാർ കൊടുക്കും, അല്ലെങ്കിൽ കല്യാൺസ് കൊടുക്കും, ജയലക്ഷ്മി കൊടുക്കും, പോത്തീസ് കൊടുക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രമുഖ ബ്രാൻഡുകളെയൊക്കെ ഇതിന്റെ പുറകിൽ വെച്ചുകൊണ്ട് പണം വാങ്ങി ഇവർക്ക് കുറച്ച് കൊടുത്ത് ചാനലുകാരും എടുത്ത് അവരുടെ ഒരു വരുമാന സ്രോതസ് കൂടിയാക്കി ഇവരെ മാറ്റാറുണ്ട്. അപ്പോ ഇവർ തമ്മിൽ ഒരു പരസ്പര ധാരണയുള്ളത് കൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഓഡിറ്റ് ചെയ്യാനോ കഴിയില്ല. അപ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് വഴങ്ങേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കണ്ണടഞ്ഞൊരു ഫാൻ ഫോളോവർ ആണെങ്കിൽ അതൊക്കെ അങ്ങ് വെച്ചേക്കും. നിങ്ങൾ ആരാധിക്കേണ്ടെന്നോ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി കാണുന്നതല്ല, എല്ലാം വേണം. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അഭിനേതാക്കൾ മാത്രമാണ്. ഞാൻ പോലും പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ ഇവരെ കുറിച്ച് ചെയ്യുന്നുണ്ട്. കാര്യം നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം, ഒരു സംശയമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾക്ക് ഒരാളെ വിമർശിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞിരിക്കണം. അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റാത്തവർക്ക് ഒരാളെ വിമർശിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു നടനോടും ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലുള്ള ആരാധനയേ ഇല്ല. അതൊരു എനിക്ക് സിനിമകൾ എല്ലാവരുടെയും കാണും, നോക്കും ആരാണ് സംവിധാനം ചെയ്തത്, അല്ലാതെ ഇന്ന ആളുടെ പടം ആയത് കണ്ട് കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സിനിമയും കാണാനും പോകാറില്ല. അപ്പോ ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. നമ്മുടെയും കൂടി ജീവിതത്തിലൊക്കെ എടുക്കാം. നമ്മൾ എത്ര മുകളിലേക്ക് പോകുന്നോ, എത്രത്തോളം മറ്റുള്ളവരുടെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് വീഴ്ത്താതെ, മറ്റുള്ളവരുടെ ജീവിതങ്ങൾ തച്ചുടയ്ക്കാതെ, തുലയ്ക്കാതെ, സ്വപ്നങ്ങളെ തകർത്തെറിയാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും അതിനൊന്നും വീഴ്ചയുണ്ടാകില്ല. ബാക്കി നമ്മൾ എത്ര വലിയ ഉന്നതിയിൽ പോയിരുന്നാലും ഒരു കാലം നമ്മളോട് കാലം തിരിച്ചു ചോദിക്കുന്ന അവസരം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കണ്ടില്ലേ, തിരിച്ചു ചോദിക്കുകയാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ്. ആ കാലം വന്നപ്പോ വൈകിയാണെങ്കിൽ പോലും ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ, അവരുടെ കരിയറിന്റെ എൻഡിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ കരുതിയില്ല. ഇപ്പോ ചില പ്രായശ്ചിത്തങ്ങൾ ഉണ്ടാകും. അതായത് അന്ന് ചെയ്യണ്ടായിരുന്നു, വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ്. വിഷമിക്കുകയാണ്, വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. എങ്ങനെ ഇത് ഒത്തുതീർപ്പാക്കുമെന്നുള്ള വ്യാകുലപ്പെടലാണ്. ഇത്രയും കാലം സമ്പാദിച്ചതിന്റെ നേരിയൊരു വിഹിതം എവിടെ വേണോ വാരി എറിയാനായിട്ട് ഏജന്റുമാരെ വിടും. കണ്ടില്ലേ, അവസാന നിമിഷം ചില പേരുകളിലുള്ളവർ ഇത് വന്നിട്ട്, അതായത് ഒരു സിനിമ എടുത്ത വ്യക്തി പോലും ഈ റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് പറഞ്ഞ് ഒരു സംവിധായകൻ പുറത്തേക്ക് വരുമ്പോൾ അയാളൊക്കെ വല്ല ചെയ്തിട്ടാ? അല്ല, മറ്റുള്ളവരുടെ കോടാലിയായിട്ട് വന്നതാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോ ഇവരുടെ കരുക്കൾ നീക്കം നടക്കുന്നത്. പലരെയും സെറ്റിൽ ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ ബോൾ WCCയുടെ കയ്യിലാണ്. അതായത് ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞിരിക്കുകയാണ്. അവരെങ്ങനെ ഗോൾ അടിച്ചാലും ആ ഗോളുകളെല്ലാം 9-on-6 ഗോളുകളായിരിക്കും. അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പലരുടെയും തല ഉരുളുമെന്ന അവസ്ഥ എത്തിയുകൊണ്ട് പ്രതിരോധത്തിലാണ്. അവർക്ക് ഒരംശം മുന്നോട്ട് ചുവട് വയ്ക്കാൻ പറ്റാതെ ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ ഈ ബോൾ ഇരിക്കുന്നിടത്തോളം കാലം അവരെ എങ്ങനെ ആ ബോൾ കൈക്കലാക്കാൻ, എങ്ങനെ അവരെ ഇതിലേക്ക് പറഞ്ഞ് ഒന്ന് നമുക്ക് മെരുക്കിക്കൊണ്ടുവരാൻ പറ്റും, അതിനുവേണ്ടി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലൂടെ സ്വാധീനങ്ങൾ ശക്തമായി ഉണ്ടാകാൻ പോകുന്ന സന്ദർഭമാണ്. അപ്പോ ഗുണപാഠം മറക്കണ്ട. ഇങ്ങനെ ഒരു അവസരത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരിന്റെ വഴിയെ സഞ്ചരിച്ചാൽ എല്ലാ കാലത്തും തല ഉയർത്തി തന്നെ നിൽക്കാം. കറ പുരണ്ട കൈയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ആ കറ നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തല കുനിക്കേണ്ടി വരും. അത് ഏത് താര രാജാവായിരുന്നാലും ശരി, ആ ആശുപത്രി കിടക്കയിൽ രോഗം കൂടുതൽ ഗുരുതരമാകുന്ന അവസ്ഥയെത്തും, അല്ലെങ്കിൽ നമുക്ക് വാതുറക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ വന്നു ചേരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അപ്പോ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. രാജേഷ് പി ദിലീപ് നാളെ ലൈവ് കാണുമോ? നാളത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരാതിരുന്ന ഉറപ്പായിട്ടും കാണും. മിനി CN ഉണ്ണി, ഓക്കെ. വേണുഗോപാലെ, അൻവർ ട്രൂത്ത്, മമ്മൂട്ടി എന്ത് വൃത്തികെട്ട സ്വഭാവമാണല്ലേ. ശരിക്കും ഒരു
ചേട്ടയാണ് മമ്മൂട്ടി കമ്മിയല്ലേ, അതിന്റെ ഗുണം കാണിക്കും. അത് എനിക്ക് തോന്നുന്നു ചാർലി കല്ലൂർക്കടൻ എന്നുള്ള ഒരു വ്യാജ സംഖ്യയാണെന്ന് തോന്നുന്നു. മമ്മൂട്ടി മാത്രമല്ല എല്ലാവരും. ഞാൻ മമ്മൂട്ടി ഇപ്പോ നല്ല പ്രവർത്തനം ചെയ്യാതെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം ഇടതാണെങ്കിൽ മമ്മൂട്ടി ചെയ്ത തെറ്റിന് തെറ്റല്ലാതെ ഒന്നും ആകില്ല. അതിനിപ്പോ ഏത് വ്യക്തിയാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഒരു പലപ്പോഴും എടുക്കുന്ന ഒരു ലെഫ്റ്റ് അനുകൂല നിലപാടെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ തെറ്റ് ചെയ്തതിന് എന്നെയാണ് വിമർശിക്കേണ്ടത്. കാര്യം അല്ലാതെ ഞാൻ ഇടതുപക്ഷം ആയതുകൊണ്ട് ഇടതുപക്ഷം മോശമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നെ നിങ്ങൾ വിമർശിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ മമ്മൂട്ടി ഇടതായതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രശ്നമാണെന്നല്ല. ഇപ്പോ മോഹൻലാൽ ചെയ്ത പ്രവർത്തനങ്ങൾ, സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, ആരുടെ ഭാഗത്താണ്? അവരൊക്കെ ചെയ്ത രാഷ്ട്രീയമൊക്കെ അവർക്കൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മറച്ചു വെക്കുന്നുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു താര രാജാവിന്റെയും നമ്മൾ കൊട്ടേഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ രാജാക്കന്മാരെ ഒന്ന് വെള്ളപൂശേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. കാര്യം ഞാൻ എന്തിനാണ് വെള്ളപൂശേണ്ട കാര്യം? ഞാൻ അവര് മുഖേനയോ അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അവരുമായിട്ട് അല്ലെങ്കിൽ അവരെ വെള്ളപൂശിയോ അവരെ പോസിറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങളാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. അല്ലാതെ അവരുമായിട്ടൊക്കെ ഒരു ബന്ധം കീപ്പപ്പ് ചെയ്യണമെന്ന് അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ചെയ്ത് അവരുമായി അറ്റൻഷൻ കിട്ടണമെന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അവരെ വെള്ളപൂശേണ്ട കാര്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നീതിയും ന്യായവും ഒക്കെ ഉണ്ട്. ആ നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കണം. ആ നടപ്പിലാകുന്നതിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്ത കാര്യത്തെ ഞാൻ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ്. ഇത്രയും പഠിച്ചു, ഇതൊക്കെ ചെയ്തു. അതായത് ഇവിടെ ഒരു UDF ഭരണമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ലെന്ന് എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പെരുമ്പാവൂരിലെ നിഷയുടെ നിഷ എന്ന് പറയുന്ന കുട്ടി കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ചെരുപ്പ് കൊണ്ടുവന്ന് തൂക്കിയിട്ട അന്വേഷണം നടത്തിയ വിഭാഗക്കാരാണ്. എന്നിട്ട് എന്താണ് ഇവർ അന്വേഷിച്ച് വെച്ചത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഡയലോഗ് അടിക്കാനൊക്കെ എല്ലാവർക്കും പറ്റി. എന്തേ വൈകിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഈ വൈകിച്ച സന്ദർഭങ്ങളിൽ എന്തേ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടൂ എന്ന് പറഞ്ഞ് കോടതി പോകാനായിട്ട് ഇവിടെ പ്രതിപക്ഷത്ത് ആരും ഇല്ലായിരുന്നു. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിൽ പലരും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ഗവൺമെന്റ് ആകുമ്പോൾ കേൾക്കേണ്ടി വരും. അത് വൈകിപ്പോയി എന്നുള്ള ചില സാങ്കേതിക പ്രശ്നമായിട്ടുള്ള ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ഇനി അതിൽ എന്ത് നടപടി എടുക്കുമെന്നാണ്. അതിൽ ഒരു കാര്യം, ഒരു കമ്മിറ്റി വെച്ച് പഠിച്ചൊരു അവസ്ഥയാണ്. ആ കമ്മിറ്റി വെച്ച് പഠിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റി പഠിച്ച കാര്യങ്ങളാണ്. അതിൽ നിയമപരമായിട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവിടെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ പറഞ്ഞവർ ഐഡന്റിറ്റി പുറത്തേക്ക് വിടരുതെന്ന് പറയുകയാണ്. അവർ വന്നിട്ട് പരാതി തന്നാൽ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അതിൽ പോക്സോ കേസ് ഒന്ന് ആലോചിച്ച് നോക്കും. പോക്സോ കേസുകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ മുന്നിലൊക്കെ വലിയ കഥാപാത്രങ്ങളായിട്ടും മനുഷ്യത്വത്തിന്റെ എന്താ പറയാ, മനുഷ്യത്വത്തിന്റെ ഇനി ഇതിനേക്കാളും വലിയ ഉദാഹരണം ഇല്ലാത്ത മനുഷ്യരായിട്ടൊക്കെ നമ്മുടെ കണ്ണ് നിറയിച്ചവർ, അവർ ഈ ക്യാമറ അങ്ങ് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഒരു പാരലൽ ലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ആ പാരലൽ ലോകത്തിനകത്തുള്ളവർക്ക് നിയമം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അതിനകത്തൊരു നടന്റെ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി കേസിൽ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ പിടിക്കപ്പെടുകയാണ്. ആ കേസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ യഥേഷ്ട സിനിമയുണ്ടെന്ന് എവിടെയെങ്കിലും നടക്കണ കാര്യമാണ് ഇതൊക്കെ. പിന്നെ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു മദ്യപിച്ചുകൊണ്ട് ഒരു ഓഫീസിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെന്ന് വെക്കുക, അയാളെ ഏതെങ്കിലും പിന്നീട് ആ ഓഫീസിൽ പിന്നീട് ജോലി കിട്ടുക എന്ന് പറഞ്ഞ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ലോകമല്ല ഇവരൊക്കെ. കാര്യം നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട്, പല കഥാപാത്രങ്ങളുടെ രൂപത്തിൽ വന്ന് നമുക്ക് വല്ലാത്ത ആവേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതയ്ക്കപ്പുറം നിങ്ങളെന്ന വ്യക്തികൾ, ആ വ്യക്തികൾ ഈ സമൂഹത്തിനോട് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഉപ്പ് തിന്നോ വെള്ളം കുടിച്ചേ മതിയാകുള്ളൂ. ഒരാളുടെ കണ്ണീർ, അതായത് ഈ നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു ക്രൈം ചെയ്താൽ അയാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന പോലെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരാതി ഉണ്ടെന്ന് ആരെങ്കിലും ശക്തമായി പറയുകയാണെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്തേ മതിയാകൂ. അതായത് ഏതെങ്കിലും ഒരു പടം ഹിറ്റായെന്ന് കരുതിക്കൊണ്ട് വല്ലാത്ത ഒരു ഹൈറ്റ്സിലേക്ക് എത്തുകയാണ്. ആ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഇവിടെ ഒന്നിനും ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ ഒരു വലിയ റവന്യൂ ഷെയറുകാരാണ്. അപ്പൊ സ്റ്റേറ്റിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിലായിരുന്നാലും അവർ സഹായിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് അവരെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ പണക്കാരാണ്, അവർ താരങ്ങളാണ്, അവരെ ബഹുമാനിക്കൂ എന്നൊക്കെ പറയുന്നത് ഒരുതരം ഊളത്തരമാണ്. അതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പോയി ചെയ്യൂ. ഞാൻ കരുതുന്ന ഒരു പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രിയുടെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല കാര്യങ്ങളിൽ കട്ട് ആൻഡ് റൈറ്റ് ഉള്ള തീരുമാനമുള്ള ഒരു മനുഷ്യനാണ്. കാര്യം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം പറയുകയോ അല്ലെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാടെടുത്താൽ ചെയ്യാൻ ശേഷിയുണ്ട്. ഇപ്പുറത്ത് കിടന്ന് ഈ ബഹളം വയ്ക്കുന്നവരൊന്നും അത്തരത്തിലൊന്നും ചെയ്യാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തവരാണ്. ആ കാര്യത്തിൽ 100% ഒരു പരാതി ഉയർന്നു വന്നതിന് ശേഷം എന്തെങ്കിലും ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 4.5 വർഷം വൈകിയാണെന്ന് തന്നെ കരുതുക. അതിപ്പോ ചർച്ചയ്ക്ക് വേണ്ടി പുറത്തേക്ക് വന്നല്ലോ. അത് കേസിന്റെയും കോടതിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഒരിക്കലും ഇത് ചർച്ചയാകട്ടെ, ഏറ്റവും അവസാന നിമിഷം ഒരാൾ വന്നിട്ട് എന്റെ ഭാഗം അതിൽ ശരിയാണോ നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഹോൾഡ് ചെയ്തു. കാര്യം രണ്ട് പക്ഷക്കാരെയും കേൾക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു കമ്മിറ്റി വെച്ച് പഠിച്ചിട്ട് ഇത് അതേപടി ഒരാൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് പറഞ്ഞു വെച്ചതാണെങ്കിൽ നമുക്ക് ആലോചിച്ചൂടെ. അപ്പോൾ അതൊന്നും നമ്മൾ ബാക്കിയുള്ളതൊക്കെ ബാലിശമായിട്ട് ഇതിന്റെ ശരിയായ ചർച്ച നടക്കരുതെന്ന് ചിന്തിക്കുന്നവരാണ് സർക്കാരിന്റെ മേലിലേക്ക് ഈ സംഭവം കൊണ്ടുപോകുന്നത്. കാര്യം ഈ നടന്മാരെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൽ നിന്ന് ഊരി മാറ്റാൻ വേണ്ടി സർക്കാർ വൈകിപ്പിച്ചെന്ന് ഞാൻ ചോദിച്ചാൽ വൈകിപ്പിച്ചു എന്ന് വെച്ചുകൊണ്ട് ഇതിലേതെങ്കിലും പേപ്പർ കയറി കളഞ്ഞു? അതൊന്നും ഇല്ലല്ലോ. അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ. അത് മുന്നിലേക്ക് വന്നതിന് ശേഷം ഒരു വലിയ ക്രൈം അറിഞ്ഞതിന് ശേഷം നടപടിയെടുത്തു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റിക്ക് പലരും പറഞ്ഞ അഭിപ്രായമാണ്. ഇപ്പോൾ നമുക്ക് ഒരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ട്, അയാളുടെ സ്റ്റാർ വാല്യൂവിനെ സംബന്ധിച്ച് നമുക്ക് വല്ലാത്ത അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ വായി തോന്നുന്നത് വിളിച്ച് ഒരു മൊഴിയായിട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ പേരിലെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് നിയമപരമായിട്ട് ശരിയാണോ? ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ വേണമെങ്കിൽ ഒരാളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെങ്കിലോ അങ്ങനെ ആലോചിക്കാം. ഇപ്പുറത്തെ സൈഡ് അവർ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ന്യായമാണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ പൊതുജനം ചർച്ച ചെയ്യട്ടെ എന്ന് കോടതി പറഞ്ഞ പോലെ പൊതുജനം വാരി അലക്കിയിട്ട് ചർച്ച ചെയ്യാണ്. അലക്കി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ കണ്ടിരുന്ന ആ സൂപ്പർ താരങ്ങൾ ആരും ഇപ്പോ വിറയ്ക്കുന്നൊരു ആലില പോലെ വിറയ്ക്കുകയാണ്. ഒന്നും പറയാനില്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാത്തവരെന്ന് അവരുടെ മൗനം തന്നെ തെളിയിക്കുകയാണ്. പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറി നടക്കുകയാണ്. കാര്യം ഇവർക്കൊന്നും മറുപടി പറയണമെന്ന് വലിയ താല്പര്യമില്ല. ഇപ്പോ ഇവിടുത്തെ പ്രതിഷേധങ്ങൾ തന്നെ നോക്കിയേ. ഈ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ DGP ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ നടക്കുകയാണ്. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് അമ്മയുടെ ഓഫീസിന്റെ മുന്നിലേക്ക് നിങ്ങൾ സമരത്തിന് പോകാത്ത എന്താണ് കാര്യം? നാളെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ വല്ല മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ആ അമ്മയുടെ ഓഫീസ് കൊച്ചിയിലാണെന്നേ, നിങ്ങൾ എന്താ അങ്ങോട്ടേക്ക് പ്രതിഷേധത്തിന് പോകാത്ത? ഈ നടന്മാരെല്ലാം മറ്റേ കുഴപ്പക്കാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അതിനെ ആ കുറ്റം ചെയ്തവരെ വെള്ളപൂശാനായിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണ്. ഇത് സ്റ്റേറ്റിന്റെ എതിരെയും സർക്കാരിനെതിരെയും വഴിതിരിച്ചു വിട്ടാൽ അതിന്റെ യഥാർത്ഥ ചർച്ച വഴിമാറുമല്ലോ. അവരുടെ ആവശ്യം ഇത് രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ട് ഈ കുറ്റം ചെയ്തവരെ വെള്ളപൂശുക എന്നുള്ളതാണ്. നടക്കാത്ത കേസാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ കേട്ടുകൊണ്ടിരുന്നു. പലരും മറുപടി അറിയിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പുറത്തു വരട്ടെ. നമ്മളോടാണ് ഒരു മനുഷ്യൻ നീതികേട് കാട്ടി, നമ്മൾക്ക് സ്വാധീനം കുറവായിരുന്നു, അതിന്റെ പേരിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, വിഷമങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ വേദനകൾക്കും വിഷമങ്ങൾക്കും ഒരു മനുഷ്യനും, അതായത് ഈ വേദനിപ്പിച്ചവനുമുള്ള അതേ അവകാശമേ ആ വേദനപ്പെട്ടവനും ഈ സമൂഹത്തിലുള്ളൂ. പക്ഷെ എനിക്ക് ഈ മേഖലയിൽ കുറച്ച് സ്വാധീനം ഉണ്ടായതുകൊണ്ട് ഞാൻ വേദനിപ്പിക്കും, നീ സഹിച്ചോളണം, എന്റെ അടിമയെ പോലെ നിന്നാലേ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുതരം ഫാസിസമാണെന്നേ. ആ ഫാസിസ മനോഭാവങ്ങൾ ഇനി ഉള്ള തലമുറയ്ക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകം നവീകരിക്കപ്പെടണം, ശുദ്ധികലശം നടത്തണം. ആ ശുദ്ധികലശം നടത്തുമ്പോൾ ഇന്നലകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. അത് ഇക്കയായിരുന്നാലും അണ്ണനായിരുന്നാലും തമ്പിയായിരുന്നാലും ആരായിരുന്നാലും ഒരു സംശയവും വേണ്ട. അവരെല്ലാവരും ആ രീതിയിൽ തന്നെയാണ് സമൂഹം കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മൾ കാണുന്നതല്ല, അതായത് പറയാറില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നേ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവരൊന്നും പൊന്നായിരുന്നില്ല എന്ന് തെളിയിച്ചതാണ് നമുക്കിപ്പോ പറയേണ്ടി വന്നത്. അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. ഇത്രയും നേരം കണ്ടിരുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്.